ഒരു മാസത്തിനിടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് കണ്ടെത്തിയത് 9 രാജവെമ്പാലകളെയും ഒരു മൂർഖനെയും. ആശങ്കപ്പെടുത്തുന്ന ഈ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നത് ആഗോളതാപനത്തിലേക്കാണെന്ന് വിദഗ്ധർ പറയുന്നു. സാധാരണയായി ചൂടുള്ള കാലാവസ്ഥയിൽ കാണുന്ന പാമ്പുകളെ തണുത്ത പ്രദേശത്ത് കാണുന്നത് കൗതുകകരമാണെങ്കിലും ഇത് ആശങ്കാജനകമായ ഒരു സൂചനയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന ഈ പാമ്പുകൾ ഹിമാലയൻ മേഖലയ്ക്കടുത്തായി മൗണ്ട് എവറസ്റ്റിൽ നിന്ന് 160 കിലോമീറ്റർ മാത്രം അകലെ പ്രത്യക്ഷപ്പെട്ടത് ആഗോളതാപനത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. രാജവെമ്പാലകൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പുകളാണ്. നേപ്പാളിലെ തണുപ്പുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇവയെ കാണുന്നത് വളരെ അപൂർവമാണ്. ജനവാസ മേഖലകളിൽ നിന്ന് പാമ്പുകളെ കണ്ടെത്തിയതും വനത്തിനുള്ളിൽ പാമ്പിന്റെ കൂടുകളും മുട്ടകളും കണ്ടെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പാമ്പുകളെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. നേപ്പാളിലെ മലനിരകളിലെ താപനില പ്രതിവർഷം 0.05 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ വർദ്ധിക്കുന്നുണ്ട്. ഇത് ഉഷ്ണമേഖലാ ജീവിവർഗങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിൽ അതിജീവിക്കാൻ സഹായിക്കുന്നു. അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ട്രക്കുകളിൽ വിറകിന്റെയോ വൈക്കോലിന്റെയോ ഒപ്പം പാമ്പുകൾ എത്തിപ്പെട്ടതാകാനും ഒരു സാധ്യതയുണ്ട്. നേപ്പാളിലെ തെറായ് മേഖലയിൽ ഓരോ വർഷവും 2700 പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്നുവെന്ന കണക്കും ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്.